ഒന്നായി. രചന പവിഴമഴ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. രഞ്ജുവേട്ടാ നിക്ക്, ഒന്ന് പതിയെ പോ. ഇരുന്നിരുന്ന വീൽ ചെയർ സ്വയം ഉരുട്ടിക്കൊണ്ട് അവളത് പറയുമ്പോൾ തന്നെ മനസ്സിൽ പ്രായിക്കൊണ്ടെന്ന പോലെ അരികിലേക്ക് വന്നു. വീൽ ചെയർ ശക്തിയിൽ ഉന്തിക്കൊണ്ടു പോകുന്ന നിരഞ്ജനെ കാണെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രഞ്ജുവേട്ടനെ കുറ്റം പറയാനൊക്കില്ല. ഞാനൊരു ഭാരാണല്ലേ ഏട്ടന്. അല്ലെങ്കിൽ ഒരു ചട്ടുകാലിയെ ആരാണ് ഭാര്യയായിട്ട് ആഗ്രഹിക്കുക? സാഹചര്യം കൊണ്ടല്ലേ തന്നെ കെട്ടിയത് പോലും. എന്നാൽ ഒരു മനുഷ്യന്റെ പരിഗണനയെങ്കിലും എനിക്ക് നൽകിക്കൂടെ രഞ്ജുവേട്ട? മനസ്സിൽ കണ്ണീരോട് അവൾ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. രഞ്ജുവേട്ടന്റെ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പോൾ പോകുന്ന അങ്ങോട്ടാണ്. പേര് രേണുക എന്നാണെന്നാ പറഞ്ഞു. ഞാനും കണ്ടിട്ടില്ല. ഇന്നലെ പ്രസവിച്ചു. കുഞ്ഞിനെയും ചേച്ചിയും കാണാൻ പോവുകയാണ്. കല്യാണത്തിനില്ലായിരുന്നു. ചേച്ചി അന്ന് ദുബായി ആയിരുന്നു. ഏതായാലും ഇനി തന്നെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാവോ? എല്ലാം ഓർക്കിയ വൈദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഓരോന്നോർക്കിയ റൂമിന് മുമ്പിൽ എത്തിയിരുന്നു. അവിടെ എത്തിയത് ഏട്ടൻ മേലെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് അകത്തേക്ക് കയറി. അവിടെ ബെഡിൽ മലർന്നു കിടക്കുന്ന ഒരു ചേച്ചിയും വേറെ സ്ത്രീയും പിന്നെ ലളിതാമയും ഉണ്ട്. തന്നെ കണ്ടപ്പോൾ ആ ചേച്ചിയുടെ മുഖം പതിയെ ചുളിയുന്നതായി തോന്നി വൈദുവിന്. അവൾ നിരഞ്ജനെ നോക്കിയപ്പോൾ അവൻ ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുകയാണ്. രഞ്ജു, ഇതാണ് നീ പറഞ്ഞിന്റെ വൈദു? ചോദിക്കുമ്പോൾ അതിലെ ദേഷ്യം കൂടുന്നവരെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതേച്ചി, ഇതാണ് വൈദു, വൈദേഹി. നിരഞ്ജന അവൾ നോക്കി പറഞ്ഞു. വൈദുവിനെ നോക്കി മെല്ലെ രേണുക എഴുന്നേറ്റു. അമ്മേ, എന്താ ഇത്? ഈ കാലൊളിക്കാനല്ലാതെ വേറെ പെണ്ണിനെ കിട്ടിയില്ലേ രഞ്ജുവിന്? അമർഷത്തോടെയുള്ള അവളുടെ ചോദ്യം വൈദുവിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിയാൻ തുടങ്ങി. അവൾ ലളിതയെ നോക്കിയപ്പോൾ അവർ നിസ്സഹായി നിൽക്കുകയാണ്. അവരുടെ മുഖത്തുനിന്ന് മനസ്സിലായി തന്റെ ഈ പ്രശ്നം ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന്. രേണുക, സൂക്ഷിച്ച് സംസാരിക്കണം. പെട്ടെന്നൊരു ശബ്ദം കേട്ടത് എല്ലാവരും അങ്ങോട്ട് നോക്കി. രഞ്ജുവിന്റെ അച്ഛൻ ഗോപാലായിരുന്നു അത്. അവിടെ നിൽക്കാൻ വൈദുവിനുള്ള ബലം അത് ഗോപാലാണ്. ലളിതാമ്മയെ അങ്ങനെ തന്നെ. പിന്നെ ഞാൻ എന്താ പറയേണ്ട അമ്മേ? ഒരു ചട്ടുകാരി കെട്ട മാത്രം എന്ത് ഗതികേട രഞ്ജു നിനക്ക്? രേണുക ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് ചോദിച്ചു. അത് ചേച്ചി, ഞാൻ ഇവരെല്ലാം നിർബന്ധിച്ചപ്പോ, അല്ലാതെ എന്റെ ഇഷ്ടത്തിനൊന്നുമല്ല ഞാൻ. ഒരു പുച്ഛമുഖത്ത് വരുത്തി നിരഞ്ജന അത് പറയുമ്പോൾ ലളിതയും ഗോപാലും ദേഷ്യത്തിൽ അവനെ നോക്കി. രഞ്ജു, ലളിതയുടെ ശബ്ദം ഉയർന്നു. നിനക്ക് എന്താ പറ്റിയ രേണു? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അല്പം ഞെട്ടലോടെ ലളിത ചോദിച്ചു. രേണു ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവൾ അതിന് വകവെക്കാതെ അപ്പോഴേക്കും മറുചോദ്യം ഉന്നയിച്ചിരുന്നു. ഓഹോ, അപ്പൊ അച്ഛന്റെ അമ്മയുടെ പണിയാണല്ലേ ഇവളെ എന്റെ കൂടെ പൊറപ്പിക്കാൻ? വേറെ പെണ്ണിലായിട്ടാണോ? ഏത് പെണ്ണായാലും നിന്റെ അനിയന് പിടിക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് നടത്തി. ഗോപാലും വിട്ടുകൊടുത്തില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് ആരായാലും കുഴപ്പമില്ല, എന്റെ രഞ്ജുവിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന്? ലളിതയും അയാളെ പിന്താങ്ങി. ഡി, രേണു പെട്ടെന്ന് വൈദുവിനെ നോക്കി വിളിച്ചു. പെട്ടെന്ന് ഉറക്കി വിളിച്ചതിനാൽ വൈദു മെല്ലെ മുഖമുയർത്തി തന്നെയാണോ എന്ന് നോക്കി. നിന്നെ തന്നെ ഇങ്ങ് അടുത്തുവാ. ദേഷ്യത്തിൽ തന്നെ പറഞ്ഞതും അവൾ ഗോപാലിനെ ലളിതയും നോക്കി വീൽ ചെയർ ഉരുട്ടി അകത്തേക്ക് ചെന്നു. അടുത്തെത്തിയത് രേണു അവളെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങി. അത് താങ്ങാനാവാതെ വൈദു മെല്ലെ തലതാഴ്ത്തി. ചേച്ചിയുടെ അനിയത്തിക്കുട്ടി ഇത്രയും സുന്ദരിയായിരുന്നോ? പതിഞ്ഞ സ്വരം തന്നെ കാതിൽ പതിച്ചതും വൈദു ഞെട്ടി മുഖമുയർത്തി. മുന്നിൽ പുഞ്ചിരി തൂയിക്കൊണ്ട് രേണു. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ മോളെ, എനിക്ക് എന്റെ അനിയത്തിക്കുട്ടി ഇഷ്ടമായിട്ടോ. മോള് സ്ട്രോങ് ആണോ നോക്കാൻ ചേച്ചി ചെയ്തല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് രേണു വൈദുവിന്റെ തലയിൽ തഴുകി. അത് പറയുമ്പോൾ സത്യമാണോ എന്ന തരത്തിൽ അവളെ നോക്കി വൈദു. സത്യം തന്നെയാ മോളെ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. നിന്റെ കാര്യം ഇവരെന്നോട് പറഞ്ഞിരുന്നു, എന്നാലും സാരമില്ല, എനിക്ക് ഇഷ്ടമായി. രഞ്ജു, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം വീണു. വൈദു കണ്ണീരോട് അവനെ നോക്കി. മോളെ, ഞാൻ തമാശക്കാണെങ്കിൽ കളിയാക്കി പറഞ്ഞ വിഷമായോടാ? അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് വാത്സല്യത്തോടെ രേണു തിരക്കി. ഏയ് ഇല്ലേച്ചി. അവൾ പുഞ്ചിരിച്ചു. അത് കള്ളം, സോറി മോളെ, അതിന് പകരമായിട്ട് ഇത് വെച്ചോ. അതും പറഞ്ഞ് അവളുടെ മുഖം തന്നോട് അടുപ്പിച്ച് രണ്ട് കവിളിലും മുത്തം നൽകിയതും വൈദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അതിശയത്തോടെ അവരെ നോക്കിയതും അവരൊന്ന് കണ്ണടച്ച് കാണിച്ചു. അവൾ നിരഞ്ജനെ നോക്കിയതും അവൻ മുഖം തിരിച്ചു. അപ്പോഴാണ് രേണുവിന്റെ ഭർത്താവ് ഭരതൻ അങ്ങോട്ട് വരുന്നത്. ആ, ആരൊക്കെയത്? നിങ്ങളെപ്പോ എത്തി? ഭരതൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങളെത്തിയിട്ട് കുറച്ചു നേരമായി. ഓ, മൂളിക്കൊണ്ട് ഭരതൻ കയ്യിലെ ഭക്ഷണം വെച്ചു. രേണുവിന് ഭക്ഷണം വാങ്ങാൻ പോയതാ. ഇന്ന് ഡിസ്ചാർജ് ആവില്ലേ മോനെ? ഗോപാലായെന്ന് ചോദിച്ചു. അതെ സർ, ഇന്ന് തന്നെ ആവും. ഭരതനൊരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടും ആദ്യത്തെ പ്രസവമായതുകൊണ്ടും രേണുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവരോരോന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഇടക്ക് വൈദുവിന്റെ കണ്ണുകൾ നിരഞ്ജനെ തേടിപ്പോയെങ്കിലും നിരഞ്ജന ആ കണ്ണുകളെ ശക്തമായി അവഗണിച്ചു. അത് പതിവാണെങ്കിലും എന്തോ അവളുടെ ഹൃദയത്തിൽ അതൊരു നീറ്റലുണ്ടാക്കി. പിന്നെ അവൾ അത് കാര്യമാക്കാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയതും എല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരിച്ച്. വൈദുവിനെ കാറിലേക്ക് കയറ്റിയിരുത്തിയതൊക്കെ നിരഞ്ജനായിരുന്നു. അപ്പോഴേക്ക് അവന്റെ മുഖത്തെ അനിഷ്ടം അവൾ അറിയുന്നുണ്ടായിരുന്നു. വാ വൈദു. വീട്ടിലെത്തിയതും സ്നേഹത്തോടെ തനിക്ക് നേരെ കൈകൾ നീട്ടുന്ന നിരഞ്ജനെ കണ്ട് അവൾക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. അവളുടെ കണ്ണുകൾ അപ്പോൾ പോയത് സിറ്റ് ഔട്ടിലിരിക്കുന്ന പത്മാവതിയിലേക്കാണ്. മുത്തശ്ശി, അവൾ അടുത്തിയെന്ന് സ്നേഹത്തോടെ വിളിച്ചു. ആ, മുത്തശ്ശിയുടെ വൈദു മോളിങ് എത്തിയോ? അതേലോ. അവൾ അതേ താളത്തിൽ മറുപടി നൽകി. മുത്തശ്ശി ഇവൾ ഇത്ര പെട്ടെന്ന് അടുപ്പത്തിലായോ?
ഭരതനായിരുന്നു ചോദിച്ചു. അവളെ ആരായാലും ഇഷ്ടപ്പെട്ടു പോയില്ലേടാ. എന്റെ വൈദുമോള് പാവ. രഞ്ജുവിന് ഇവളെ വലിയ ഇഷ്ടമല്ലേ? നിരഞ്ജനെ നോക്കി ചിരിയോടെ പത്മാവതി അത് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ വൈദുവിനൊപ്പം ഇരുന്നു. അതേ മുത്തശ്ശി, വൈദു ഇവളെന്റെ ജീവനാ. എന്നും പൊന്നുപോലെ നോക്കും ഞാൻ. അവളുടെ തോളിലൂടെ കൈയിട്ടുണ്ടാവെന്ന് പറയുമ്പോൾ അവൾ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ കണ്ണിൽ പ്രണയം തന്നോടെന്ന പോലെ അലയടിക്കുന്ന പോലെ തോന്നി അവൾക്ക്. കാപട്യം കാണുന്നേയില്ല. എടാ മതിയടാ, റൊമാൻസ് ഒക്കെ റൂമിൽ ചെന്നിട്ടാവാം. പാവ ആ കൊച്ച് ഇപ്പൊ അതിന്റെ ചേച്ചിയുടെ അടുത്തോട്ട് പൊക്കോട്ടെ. കണ്ണു തുറപ്പിച്ചുകൊണ്ട് പത്മാവതി പറഞ്ഞതും ഒരു ചിരിയോടെ നിരഞ്ജൻ അവളെയും മുന്തിക്കൊണ്ട് ചേച്ചിയുടെ റൂമിലേക്ക് പോയി. അഭിനയം നന്നായിരുന്നു ഏട്ടാ. മിണ്ടതാ വാടി. ദേഷ്യത്താൽ മുഖം തിരിച്ചു അവൻ. അല്ലെങ്കിൽ നിരഞ്ജൻ സ്നേഹത്തോടെ പെരുമാറുന്നു ബന്ധുക്കളുടെ ഇടയിൽ വെച്ചും മുത്തശ്ശിയുടെ ഇടയിൽ വെച്ചും. വീട്ടിൽ മുത്തശ്ശിക്കൊഴി എല്ലാവർക്കും അറിയാം നിരഞ്ജൻ അവളോടുള്ള നീരസം. പതിയാതെ ശരിയാവുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവരും. റൂമിലെത്തിയതും ചേച്ചിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വേഗം മുറിയിലേക്ക് പോയി. എന്നാൽ വൈദു തനിക്ക് പുതിയൊരു കൂട്ടുകിട്ടിയ സന്തോഷത്തിലായിരുന്നു. കിടന്നും ഇരുന്നും ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ രേണുവിന്റെ സ്വന്തം അനിയത്തിയാവുകയായിരുന്നു വൈദു. രഞ്ജുവിന് എങ്ങനെയാ നിന്നുള്ള പെരുമാറ്റം? അല്പം വേദനയോടെയാണ് രേണു ചോദിച്ചു. ചേച്ചി കണ്ടപ്പോൾ തന്നെ പറയുമ്പോൾ കണ്ണുകൾ നിറയാതിരിക്കാൻ ശ്രമിച്ചു. കരയേണ്ട മോളെ, അവൻ സ്നേഹിക്കും നിന്നെ. ഈ ചേച്ചിക്ക് ഉറപ്പാ. പിന്നെ രഞ്ജു ഒരു പാവാട്ടോ. ദേഷ്യം കുറച്ചുണ്ടെന്നേ ഉള്ളൂ. അവനെ മോള് ശപിക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ രഞ്ജു നിന്നെ ഇഷ്ടപ്പെടും. ഞാൻ ചട്ടുകാലി ആയതുകൊണ്ടാവല്ലേ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമൊക്കെ ആയിട്ടും ഏട്ടനെ എന്നെ അംഗീകരിക്കാനാവാത്ത. പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നവരുടെ ഉള്ളിലെ ഗദ്ഗതം രേണു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അന്ന് പറ്റായിട്ട് ചേച്ചി, അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് വൈദ്യ വീട്ടിലേക്ക് വരത്തില്ലായിരുന്നു. അവൾ രേണുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ ഇവിടെ ഒരു സ്നേഹപ്രകടനം? ചേച്ചിയെ കിട്ടിയപ്പോ നീ മുത്തശ്ശിയെ മറന്നോ മോളെ? പരിഭവത്തോടെയുള്ള പത്മാവതിയുടെ സ്വരം കേൾക്കെ വൈദു ഞെട്ടിക്കൊണ്ട് വേഗം മുഖം അമർത്തി തുടച്ചു. ഏയ് ഞാൻ വെറുതെ. വൈദു ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് പത്മാവതിയുടെ മുഖം ശ്രദ്ധിച്ച്. എന്താ മോളെ നിന്റെ മുഖാകെ ചോന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, അത് കണ്ണിലൊരു കരട് പോയതാ മുത്തശ്ശി. ആൾ മുഖം ഒന്നുകൂടെ തുടച്ചുകൊണ്ട് പറഞ്ഞു. നോക്കട്ടെ. ഒന്നുമില്ലെന്നേ. പത്മാവതി അമർത്തി മൂളി. കിടക്കാൻ നോക്ക് മോളെ, രഞ്ജു കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. കള്ളച്ചിരിയോടെ പത്മാവതി പറഞ്ഞതും അവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് രേണുവിനോട് കണ്ണുകൊണ്ട് പറഞ്ഞുകൊണ്ട് വീൽ ചെയർ സ്വയം ഉരുട്ടി റൂമിലേക്ക് പോയി. ആ കാഴ്ച വേദനയോടെ നോക്കി നിൽക്കാനേ രേണുവിന് കഴിഞ്ഞുള്ളൂ. കുറച്ചുകൂടെ കാര്യങ്ങൾ അവളോട് പറയണമെന്നുണ്ടായിരുന്നു രേണുവിന്. അതിനിടയിലാണ് മുത്തശ്ശി വന്നത്. ഏതായാലും ഇനി നാളെ ആവട്ടെ. രേണുവിന്റെ വീൽ ചെയർ വരുന്ന ശബ്ദം കേട്ടതും നിരഞ്ജൻ ബെഡിൽ നിന്ന് എണീറ്റു. അവൾ വന്നത് അവനെ നോക്കിക്കൊണ്ട് മെല്ലെ ബെഡിൽ കയറി കിടന്നു. അവൾ കിടന്നു ആ നിലത്ത് തനിക്കുള്ള പായ വിരിക്കാൻ തുടങ്ങി. രഞ്ജുവേട്ടാ, ആൾ വിളിച്ച കേട്ടോ മുഖമുയർത്തി. എന്തിനായിട്ടാ നിലത്ത് കിടക്കുന്നേ? പ്ലീസ് ഇവിടെ ബെഡിൽ കിടന്നോ. എനിക്ക് പറ്റായിട്ടാ, അല്ലെങ്കിൽ ഞാൻ നിലത്ത് കിടന്നേനെ. ഡേയ്, നിന്റെ അഭ്യാസം നീ നിരഞ്ജനടുത്ത് വേണ്ട. പിന്നെ പൊന്നുമോളെ അടുത്ത് കിടത്തുന്നുള്ള ആശയം വേണ്ട. എന്റെ മുത്തശ്ശന്റെ വാക്കിന് വിരൽപ്പിച്ച ഒറ്റ കാരണ നീ ഇവിടെ നിൽക്കുന്നത്. പിന്മാറാനൊരു 100 വട്ടം പറഞ്ഞ ഞാൻ. അപ്പൊ കേട്ടില്ലല്ലോ നീ. അനുഭവിച്ചോടി തീപ്പെട്ടി. അതും പറഞ്ഞ് നിരഞ്ജൻ തിരിഞ്ഞിടന്നു. വൈദു എന്നത്തെയും പോലെ കണ്ണീരോടെ തന്നെയായിരുന്നു അന്നും കിടന്നിരുന്നു. എന്നാൽ മറുപുറം നിരഞ്ജന്റെ കണ്ണ് നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. രഞ്ജുവേട്ടാ, രാവിലെ ആയപ്പോൾ വൈദു നിരഞ്ജനെ വിളിച്ചു. ഇതിനു മുമ്പും വന്ന് വിളിച്ചതാണ്. പക്ഷെ എണീക്കാത്തപ്പോൾ കുറച്ചുകൂടെ കിടന്നോട്ടെ എന്ന് കരുതി. ഇപ്പോൾ രണ്ടാമതാണ്. വിളിച്ചിട്ട് എണീക്കുന്നില്ല. അത് കണ്ടതും വീൽ ചെയറിൽ നിന്ന് മെല്ലെ കുനിഞ്ഞ് തട്ടി വിളിച്ചു. എന്താ? ഉറക്കം പോയ ദേഷ്യത്തിൽ അവൻ ചോദിച്ചു. സമയം ഒത്തിരിയായി, ഓഫീസിൽ പോകാനായില്ലേ? എത്രയായി? സമയം 8 ആവാറായി. അവനൊന്ന് മൂളിക്കൊണ്ട് വേഗം എണീറ്റ് ഫ്രഷ് ആവാൻ കയറി. അവൻ വരുന്നവരെ അവൾ കാത്തിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയ തന്നെ കാത്തെന്ന പോലെ അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുന്ന വൈദുവിനെയാണ് അവൻ കണ്ടത്. നീ പോയില്ലേ? അവൻ തലതോർത്തിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ രഞ്ജുവേട്ടനോട് പോവാന്ന് വെച്ചു. അവൾ അല്പം വീക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അറിയാന്ന്. അതിന് മറ്റൊരാളുടെയും സഹായം വേണ്ട. പിന്നെ ഞാനൊപ്പം വന്നാലും നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി നിറങ്ങും. ഓ, അതിന് പുറത്ത് നമ്മൾ മാതൃകാ ദമ്പതിമാരാണല്ലോ. നടക്ക്. പല്ലി കടിച്ച് അതും പറഞ്ഞ് നിരഞ്ജൻ വേഗം ഷർട്ട് എടുത്തിട്ടു. എന്നിട്ട് അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഇതാണ് അവൾക്ക് സങ്കടം. അവളോട് അവനൊരു വാക്ക് പോലും മിണ്ടില്ല. ഒന്നിനും ഒരു കാര്യം പറയുകയില്ല. ഇനി അഥവാ എന്തെങ്കിലും പറയുമെങ്കിൽ വഴക്ക് പറയാനാണ് വാ തുറക്കുക. പഴയ രഞ്ജുവേട്ടയിൽ നിന്ന് ഒരുപാട് മാറി. അവൾ വിങ്ങലോട് ഓർത്തു. അപ്പോൾ തന്നെ അവളത് പറയുകയും ചെയ്തു. രഞ്ജുവേട്ട ഒത്തിരി മാറിപ്പോയി. ഇതുപോലെ ഓരോ കുരിശ് വന്ന സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടി വരും. മനുഷ്യനല്ലേ? അമൃഷത്തോടെ മെല്ലെ പറഞ്ഞപ്പോഴേക്കും ഡൈനിങ് ഹാളിൽ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവരെ കാത്തുന്ന പോലെ ഇരിക്കുകയാണ്. എന്താ രഞ്ജു, എണീക്കാൻ വൈകിയേ? പത്മാവതിയായിരുന്നു ചോദിച്ച്. ഒന്നുമില്ല മുത്തശ്ശി. നിരഞ്ജനൊന്ന് ചിരിച്ചു. എന്നാ കഴിക്കാൻ നോക്ക്. മൂളിക്കൊണ്ട് അവർ കഴിക്കാനിരുന്നു. അപ്പോഴേക്ക് വൈദുവിനുള്ള ഭക്ഷണം നിരഞ്ജൻ വിളമ്പിയെടുത്തിരുന്നു. ഈ കപട സ്നേഹം യാഥാർത്ഥ്യമാക്കി കൂടെ മോനെ? അവന് മാത്രം കേൾക്കത്തക്ക വിധം മെല്ലെ ലളിത ചോദിച്ചതും അവൻ ഞെട്ടിക്കൊണ്ട് മുഖം തിരിച്ചു.
ഇന്നാ കഴിക്കു വൈദു. അവൻ അവൾക്ക് നേരെ ചിരിയോടെ നീക്കി വെച്ച് അവളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. വൈദു ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. ശേഷം കൈ കഴുകി രേണുവിന്റെ റൂമിലേക്ക് പോയി. അപ്പോൾ രേണു അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആരിത് വൈദു? വാ വാ. അവൾ ചിരിയോടെ വീൽ ചെയറുമായി അകത്ത് കയറി. വൈദു കഴിച്ചോ? അവൾ ചിരിയോടെ മൂളി. വൈദു ഞാൻ പോവാണേ, ഇന്ന് നേരത്തെ പോണം. അവളുടെ അടുത്ത് വന്ന് അത്രയും പറഞ്ഞ് അവൻ പോയി. പുറകെ പത്മാവതി ഉണ്ടായിരുന്നു. പാട്ടി ഞാൻ പോയിട്ടോ. അവരുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് രേണുവിനോട് യാത്ര പറഞ്ഞ് അവൻ പോയി. പുറകെ തന്നെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അവൻ പോകുന്ന കാണാൻ വൈദു എത്തി. അവൾ കൈകൾ കൊണ്ട് ടാറ്റ കാണിച്ചുവെങ്കിലും അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാറെടുത്തു പോയി. അവൾ തലകുനിച്ച് വീൽ ചെയർ ഉരുട്ടി വീണ്ടും രേണുവിന്റെ അരികിലെത്തി. രഞ്ജൻ ഇത്ര രാവിലെ തന്നെ ഓഫീസിൽ ജോലിയോ? ഇടയ്ക്കിടെ അങ്ങനെയാണ്. സാധാരണ 9 മണിക്കാ പോവാ, പക്ഷെ വെള്ളിയാഴ്ച മാത്രം നേരത്തെ പോകും. ചേച്ചിയുടെ കുട്ടി എന്തിനാ പോയത് അങ്ങോട്ട്? രേണു അവളെ ഉറ്റുനോക്കി. അത് ഞാൻ ഏട്ടനെ യാത്രയാക്കാൻ. എന്നിട്ട് അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. പാവം വൈദു. രേണു വിഷമത്തോടെ മനസ്സിലോർത്തു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. രേണു ഗൗരവത്തോടെ പറഞ്ഞു. അവൾ കഥയറിയാതെ അവൾ നോക്കി. എന്ത്? രഞ്ജുവിന് നിന്നോടുള്ള അകൽച്ച. അതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ ഇങ്ങനെ തന്നെയാണോ? രേണു അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. എങ്ങനെ? അവൾ മെല്ലെ ചോദിച്ചു. ഇങ്ങനെ അവൻ എന്ത് കാണിച്ചാലും ചോദിക്കില്ലേ നീ? അത് ആദ്യമൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ മറുപടി തരാതായപ്പോ ഞാനും ചോദിക്കാതെ ചേച്ചി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഏയ് കരയാതെ വൈദു, നിനക്ക് വിവാഹത്തിന് മുമ്പ് രഞ്ജുവിനെ അറിയില്ലേ മോളെ? രേണു വൈദുവിന്റെ തോളിൽ കൈ ചേർത്തു. അറിയാം ചേച്ചി. അവൾ മുഖം തുടച്ചു. അപ്പൊ അവൻ നിന്നോട് ഇങ്ങനെയായിരുന്നോ? ഒരിക്കലുമല്ല, ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു. ഇങ്ങോട്ട് വന്ന് സൗഹൃദം സ്ഥാപിച്ചവര് രഞ്ജുവേട്ടനായിരുന്നു. വൈദു പറഞ്ഞു തുടങ്ങി. ഈ സമയം നിരഞ്ജൻ ബീച്ചിൽ ആരെയോ കാത്തുന്ന പോലെ ഇരിക്കുകയായിരുന്നു. ഡാർലിംഗ്. പിന്നിൽ നിന്നൊരു സ്വരം കേട്ടത് നിരഞ്ജൻ വേഗം എണീറ്റു. തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഭൂമിയെ കെട്ടിപ്പിടിച്ചു. ഡാർലിംഗ്. അതേ സ്വരത്തോടെ നിരഞ്ജനെ ഭൂമിയും കെട്ടിപ്പിടിച്ചു. പിന്നെ ഭൂമി അവനെ നോക്കി. വാരഞ്ച പോവാം. ഭൂമി നിരഞ്ജനെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കണ്ണുകൊണ്ട് കാറിലേക്ക് കയറാൻ പറഞ്ഞു. നിരഞ്ജൻ കയറിയതും ഭൂമി അവനെ നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു. വൈദു ആ ഓർമ്മയിലേക്ക് ഊളിയിട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ചേച്ചിക്കറിയോ അന്ന് ഏട്ടന് എന്നോട് എന്ത് ഇഷ്ടമായിരുന്നെന്ന്? ഗോപച്ചൻ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ അല്ലായിരുന്നോ? അങ്ങനെയല്ലേ ഓഫീസിൽ വെച്ച് കണ്ട് രഞ്ജുവേട്ടനെ പരിചയപ്പെട്ടതും. ആദ്യ നാളിൽ രഞ്ജുവേട്ടനൊന്നും മിണ്ടാതിരുന്നെങ്കിലും പിന്നെ പതിയെ പതിയെ മിണ്ടി തുടങ്ങി. ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ഞാനും മിണ്ടാതിരുന്ന തന്നെ എന്തെങ്കിലുമൊക്കെ പറയലായിരുന്നു. പെട്ടെന്ന് അടുത്തു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. പക്ഷെ അതിനിടെ രഞ്ജുവേട്ടൻ്റെ ഹൃദയത്തിൽ ഞാൻ പോലും അറിയാതെ പതിഞ്ഞിരുന്നു. എന്നെ വീട്ടുകാർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത പോലും രഞ്ജുവേട്ടനാ. അങ്ങനെയാണ് മുത്തച്ഛനുമായിട്ടും പാട്ടിയായിട്ടും ഞാൻ അടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു. ചേച്ചിയെക്കുറിച്ച് ഞാൻ ചോദിച്ചു. രഞ്ജുവേട്ടൻ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ദുബായിയാണ്, വൈകാതെ വരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മുത്തച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. എല്ലാവരും വല്ലാതെ പേടിച്ച് മുത്തച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അല്ലെങ്കിൽ തന്നെ മുത്തച്ഛൻ മരുന്നഴിക്കില്ലായിരുന്നു ചേച്ചി. അങ്ങനെ മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് എൻ്റെ രഞ്ജുവിൻ്റെ കല്യാണം നേരിട്ട് കാണണമെന്നാ. രഞ്ജുവേട്ടനോട് എല്ലാവരും ചോദിച്ചു ആരെങ്കിലും ഇഷ്ടമാണെന്ന്. അതിന് ഏട്ടൻ മുഖം തിരിച്ച് ഒരു പോക്കായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോയി എല്ലാവരും. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഏറ്റു. അപ്പോഴും ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും പുറത്ത് കാണിച്ചില്ല. അർഹതയില്ലെന്ന് അറിയായിരുന്നു. രഞ്ജുവേട്ടൻ സമ്മതം പറഞ്ഞപ്പോൾ ചങ്ക് കയറുന്നു പോയി. ഞാനത് ആഗ്രഹിച്ചെങ്കിലും എനിക്ക് ധൈര്യമില്ലായിരുന്നു എനിക്ക് ഏട്ടനെ ഇഷ്ടമാണെന്ന് പറയാൻ. അപ്പോഴാ മുത്തശ്ശൻ പറയുന്നത് വധു ഞാനാണെന്ന്. സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഏട്ടൻ ഞെട്ടിക്കൊണ്ടപ്പോൾ പറഞ്ഞു പറ്റില്ല, ഈ കല്യാണം ഒരിക്കലും നടക്കത്തില്ലെന്ന്. നടത്തുമെന്ന വാശിയിലും മുത്തശ്ശനും. അന്ന് എന്നോട് ഒരുപാട് തവണ പറഞ്ഞാൽ രഞ്ജുവേട്ടൻ. നീയാണെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി. നീ പിന്മാറണം പ്ലീസ്. എനിക്ക് നിന്നെയെന്നല്ല ആരെയും വിവാഹം കഴിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലെന്ന്. ഞാൻ പിന്മാറാൻ തയ്യാറായപ്പോൾ എന്നെ തടഞ്ഞ് ഗോപച്ചനായിരുന്നു. മോള് പിന്മാറരുത്, മുത്തച്ഛൻ്റെ ആഗ്രഹമില്ലെന്ന്. ആ മനുഷ്യൻ കേണ് പറഞ്ഞ് നിരസിക്കാനായില്ല. എന്നെ വിവാഹശേഷം ഭാര്യയായിട്ട് കണ്ട് രഞ്ജുവേട്ടൻ സ്നേഹിക്കുന്നവർക്ക് ഉറപ്പായിരുന്നു. ആന മുത്തച്ഛൻ്റെ ആഗ്രഹത്തിന് വില നൽകിക്കൊണ്ടും എനിക്ക് എൻ്റെ അച്ഛനോട് സമ്മതമില്ലെന്ന് പറയാനാവാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്. അപ്പോൾ രഞ്ജുവേട്ടനെ നോക്കിയിരുന്ന ഓട്ടമുണ്ട്. അതിനുശേഷം ഒരുപാട് തവണ ഏട്ടനോട് പറഞ്ഞെങ്കിലും ഞാൻ അപ്പോൾ ഒരേ ഒരു ഉത്തരമാണ് പറഞ്ഞത്. രഞ്ജുവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ പിന്മാറാം, ഞാൻ തടയില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല ഈ വിവാഹത്തിന് സമ്മതമില്ലെന്ന്. ഏട്ടൻ പറഞ്ഞു പ്ലീസ്, എനിക്കെൻ്റെ അച്ഛനോട് പറയാൻ കഴിയില്ല. എൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ ഏട്ടന് മുമ്പിൽ ഞാൻ തുറന്നു കാട്ടി. പക്ഷേ ഏട്ടൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. ഇനി എന്താണെന്നറിയാൻ ഞാനിരുന്നു. ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഈ വിവാഹം നടക്കരുതെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ഇഷ്ടമായിരുന്നിട്ടും പക്ഷെ അതുണ്ടായില്ല. കല്യാണ പെണ്ണുകളുടെ എൻഗേജ്മെൻറ്റ് നിശ്ചയമെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ കല്യാണരാവെത്തി. നാളെ മുതൽ രഞ്ജുവേട്ടന് സ്വന്തമാവുമോ അതോ വിവാഹം മുടങ്ങുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വിവാഹം നടത്തില്ലേ എന്നാണ് അപ്പോഴും പ്രാർത്ഥിച്ചത്. അതിനിടെയാണ് ബാക്കി പറയാൻ നിൽക്കവെയാണ് പാട്ടി അങ്ങോട്ട് കടന്നു വന്ന്. പാട്ടി സംസാരം നിർത്തി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വിളിച്ചു. എന്താ ഞാൻ വന്നപ്പോൾ നിർത്തിയേ? അല്പം ഗൗരവത്തോടെ പാട്ടിയുടെ പുരികമുയർന്നു. ഏയ് ഒന്നുമില്ല, ഞങ്ങളൊരു വിശേഷം പറഞ്ഞിരിക്കായിരുന്നു പാട്ടി. രേണുവായിരുന്നു മറുപടി നൽകിയത്.
ഓ, അവിടെ ഒരു ദുബായ്, അവിടത്തേക്കാളും ബെസ്റ്റ് നമ്മുടെ നാടല്ലേ അല്ലേ വൈദു? പിന്നല്ലേ? വൈദുവും ചിരിയോടെ പാട്ടിക്കൊപ്പം നിന്നു. ഓ, രേണുക മുഖം കൂട്ടി. അങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് അവരിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടി പോവാൻ എണീറ്റപ്പോൾ വൈദുവും പോവാൻ നിന്നു. പാട്ടി പോയതും രേണു വൈദുവിനെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ വാ. ആള് രേണുവിന്റെ അരികിലെത്തി. എന്താ ചേച്ചി? പിന്നില്ലേ, കഥ കുറച്ച് കഴിഞ്ഞ് പറയാം. ചേച്ചിക്ക് നിന്നോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട് മോളെ. രഞ്ജു അവഗണിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, ചോദിക്കണം. നീ വീൽ ചെയറിൽ നിന്നിട്ടാണ് അവൻ നിന്നെ അവഗണിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ആളുടെ മുഖത്തേക്ക് തന്നെ നോയിക്കൊണ്ട് രേണു ചോദിച്ചതും വൈദു ഇല്ലെന്നും ആണെന്നും തലവുലുക്കി. അല്ല മോളെ, അതായിരുന്നെങ്കിൽ അവനെ നേരത്തെ ആവായിരുന്നല്ലോ. ആ വിവാഹത്തിന് ശേഷം ഇങ്ങനെ പെരുമാറാൻ തുടങ്ങി. അപ്പൊ അതിനർത്ഥം അവന്റെ പ്രശ്നം നീയല്ല, ഈ വിവാഹ. നീ ഒന്ന് അടുത്ത് പെരുമാറി ശാസ്തി നിർത്തിയാൽ തീരാവുന്നേ ഉള്ളൂ. അവന് നിന്നോട് മനസ്സിൽ സ്നേഹമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് വൈദു. രേണു തന്നെ മനസ്സിലുള്ള പറഞ്ഞു. വൈദു അത് കേട്ട് ശരിയെന്ന് തലകുലുക്കി. തലയാട്ടിയാ പോരാ, നീ ബോൾഡാണോ വൈദു? രഞ്ജുവിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കുറച്ച് ദേഷ്യമൊക്കെ ആവാം, അല്ലാതെ മിണ്ടാൻ നിൽക്കരുത്. അവനൊന്നും ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ നീ ചെന്ന് അങ്ങോട്ട് മിണ്ടണം, മനസ്സിലാവുന്നുണ്ടോ? അവൾ ചിരിയോടെ തലയാട്ടി. പക്ഷേ ചേച്ചി, ഞാനിങ്ങനെ ഏട്ടനോട് ദേഷ്യമൊക്കെ? വൈദു ചുളിഞ്ഞ മുഖത്തോടെ ചോദിച്ചു. ഇതാ നിന്റെ പ്രശ്നേടി, നിനക്ക് ഈ ആമ്പിള്ളേരെ കുപ്പിയിലാക്കുന്നൊന്നും അറിയില്ലേ? അവൾ ചുമല നിൽക്കി. ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണ് എടി, ഞാൻ പറഞ്ഞുതരാം നിനക്ക്. അതിനുമുമ്പ് നീ അറിയണം രഞ്ജു എന്തുകൊണ്ടാണ് വിവാഹത്തിനൊന്നും സമ്മതിക്കാത്തതെന്ന്. രേണു ദീർഘനിശ്വാസം എടുത്തു. അവൾ ആകാംക്ഷയോടെ കാതോർത്തു. രഞ്ജു, അവൻ പാവായിരുന്നു മോളെ, അവൻ ഇങ്ങനെ ആക്കിയത്. അപ്പോഴാണ് കുഞ്ഞ് കരഞ്ഞ്. കരയിലട വാവേ. അതും പറഞ്ഞ് രേണു കുഞ്ഞിനെടുത്ത് തോളിലിട്ടു. എന്നാ ചേച്ചി, ഞാൻ പിന്നെ വരാം. രേണുവിൻ ചിരിയോടെ മൂളി. അപ്പോഴും കാര്യങ്ങളൊന്നും അവളോട് തുറന്നു പറയാൻ പറ്റാത്തതിന്റെ വിഷമം രേണുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ട് എന്താവും അമ്മയും അച്ഛനും കാര്യങ്ങൾ അവളോട് പറയാതിരുന്നെന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉയർന്നു. അങ്ങനെ സമയം കടന്നുപോയി. വൈകുന്നേരമായത് നിരഞ്ജന കാത്തുന്ന പോലെ വൈദു ഉമ്മറത്തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ ആ കാര്യം ഓർത്ത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, രഞ്ജുവേട്ടൻ വൈകിയേ വരൂ. നിരാശയോടെ കരുതിക്കൊണ്ട് വൈദു റൂമിൽ പോയിരുന്നു. അപ്പോഴേക്കും അവളുടെ മനസ്സിൽ പഴയ നിരഞ്ജനായിരുന്നു. തന്നെ എപ്പോഴും സംരക്ഷിച്ച് ചിരിപ്പിച്ച സ്നേഹിച്ച തന്റെ ബെസ്റ്റ് ഫ്രണ്ട് രഞ്ജുവേട്ടൻ. പെട്ടെന്ന് പത്മാവതി റൂമിലേക്ക് വന്നു. വൈദു അവർക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. പിന്നെ അവരുമായി കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നു. സമയം പോയിക്കൊണ്ടിരുന്നു. രഞ്ജ, ഇതൊട്ടും ശരിയല്ലടാ, ഭൂമി ബിയർ വായിലേക്ക് അമിഴത്തിനിടെ പറഞ്ഞു. മതിയടാ, ഞാൻ കുറെ കേട്ടതാ, അവൻ്റെ ഒരു ശരിയും തെറ്റും. നിരഞ്ജൻ മുഖം തിരിച്ചു. ഡാർലിംഗ്, ഞാൻ പറയുന്ന നീ മനസ്സിലാക്ക്. വേണ്ടടോ ഭൂമി, നീ വിചാരിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ല രഞ്ജ. അതിന് ഈ ഭൂമി സമ്മതിക്കില്ല. പാവ കൊച്ചിന്റെ കണ്ണീര് നീ വില പറയേണ്ടി വരും. ഭൂമി കുഴഞ്ഞോണ്ട് വീണ്ടും പറഞ്ഞു. ഇല്ലടാ, എനിക്കൊന്നിനും പ്രതീക്ഷയില്ല. ഞാൻ പറയുന്ന ഡാർലിംഗ് ശരി. എല്ലാത്തിലുപരി പാവത്തിന് ഒരു പേരും കൂടെ ചാർത്തി കൊടുത്തിരിക്കുന്നു, തേപ്പ് വെട്ടി. എടാ, അമലിച്ച് പറയുന്ന മുഴുവൻ കള്ളോ? അത് വിശ്വസിച്ചോ നീ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷെ എനിക്കുള്ള മുമ്പിൽ പിടിച്ചേക്കാൻ അതേ വഴിയുള്ളൂ. നിരഞ്ജൻ നെറ്റിയൊഴിഞ്ഞു. അപ്പോഴും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കരയാതെടാ, എത്ര നാളെല്ലാവരിൽ നിന്ന് ഇങ്ങനെ ഒളിക്കുന്നീ? ഞാൻ പറയാൻ പോവാ. ഭൂമി പറഞ്ഞ നിരഞ്ജൻ ചാടി എണീറ്റു. ഏയ്! ഉറക്കാലറിക്കൊണ്ട് അവൻ ഭൂമിക്ക് നേരെ വിരൽ ചൂണ്ടി. ഒരു നിമിഷം ഭൂമി ഒന്ന് ഭയന്ന് നിരഞ്ജനെ നോക്കി. ഏയ് വേണ്ടടോ, എന്നിൽ ഒതുങ്ങട്ടല്ല. പെട്ടെന്ന് ഭൂമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിരഞ്ജൻ കരഞ്ഞു. ഭൂമിയുടെ കണ്ണ് നിറഞ്ഞ് തുളുമ്പിയിരുന്നു. അപ്പോഴാണ് ബാറിലേക്ക് ക്രിസ്റ്റി അങ്ങോട്ട് വന്ന്. ആ, നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരുന്ന് ബിയർ അടിക്കായിരുന്നോ? ഏയ്, ഞാൻ മാത്രം. ഭൂമി ചിരിച്ചു. ഓ, രഞ്ജൻ ഇപ്പോഴും തുടങ്ങിയില്ലേ? ഇല്ലടാ, ഇത് കഴിച്ചാൽ നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവരും പറയുന്നു. ഇനി ആ ശാപം കൂടെ തലയിലേറ്റാൻ വയ്യ. നീ ഒന്ന് പോടാ, കുറച്ച് കുടിക്ക്, ക്രിസ്റ്റി നിർബന്ധിച്ചു. നോ ക്രിസ്റ്റി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നിരഞ്ജൻ ദേഷ്യത്തിൽ ചോദിച്ചു. അത് തന്നെ, അവന് വേണമെങ്കിൽ വേണ്ട, ഭൂമി പറഞ്ഞു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇന്ന് നിന്നെ ഞാൻ കുടിപ്പിച്ചിട്ട് അടങ്ങൂ രഞ്ജ, അതെന്റെ വാശിയാ. ക്രിസ്റ്റി നിരഞ്ജനെ പിടിച്ചു വെച്ച് പെട്ടെന്ന് തന്നെ വായിലേക്ക് ബിയർ കമിഴ്ത്തി. ഭൂമി തടയാനെത്തിയപ്പോഴേക്ക് അവൻ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞിരുന്നു. നിരഞ്ജന തുപ്പാ നിന്നപ്പോൾ ക്രിസ്റ്റി വാ പൊത്തിപ്പിടിച്ചു. അത് കണ്ട ഭൂമി ക്രിസ്റ്റിയെ പിടിച്ച് ആഞ്ഞു തള്ളി. നീ എന്തീ കാണിക്കുന്നത്? സ്റ്റോപ്പ് ഇറ്റ് ക്രിസ്റ്റി! അപ്പോഴേക്ക് നിരഞ്ജന ആദ്യമായി ബിയർ വായിലെത്തിയ എക്സൈറ്റ്മെന്റിൽ ചുമക്കാൻ തുടങ്ങി. ഭൂമി ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അവന്റെ കണ്ണുകൾ ചുമന്ന് തുടുത്തിരുന്നു. ഡാർലിംഗ്! പിന്നിലേക്ക് നോക്കി ഭൂമി ഉറക്കെ അലറി. ഭൂമി ഓടിച്ചെന്ന് നിരഞ്ജനെ ചേർത്ത് പിടിച്ചു. അവൻ നന്നായി കിതച്ച് അവന് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. അവൻ ഛർദ്ദിച്ചപ്പോൾ ഭൂമി അവന്റെ പുറത്ത് കൊട്ടിക്കൊടുത്തു. ഇന്നാ വെള്ളം. ഭൂമി വേഗം വെള്ളമെടുത്ത് അവന് കൊടുത്തു. നിരഞ്ജന അത് മെല്ലെ കുടിച്ചുകൊണ്ട് അവന് തന്നെ കൊടുത്തു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രഞ്ജ? ഭൂമി ആദിയോടെ ചോദിച്ചു. ഇല്ലടോ, പെട്ടെന്ന് ഛർദ്ദിച്ചുകൊണ്ട് കുഴപ്പമില്ല, നിരഞ്ജൻ ചുമച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ നോട്ടം ക്രിസ്റ്റിക്ക് മേലെയായിരുന്നു. അത് ഞാൻ അറിയാതെ. സോറി രഞ്ജ, എനിക്ക് ഇത്രയും വലിയ അലർജിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ. ക്രിസ്റ്റി പറഞ്ഞു തീരും മുമ്പേ ഭൂമി അവനെ പിടിച്ച് തള്ളിയിരുന്നു. ഡാ മോനെ, കൂട്ടുകൂടി എന്ന് വെച്ച് എന്താ അഭ്യാസം കാണിക്കാന്നാണോ? ഭൂമി ദേഷ്യത്തോടെ അവനെ കോളിൽ പിടിച്ചവൻ ക്രിസ്റ്റി ഒന്ന് ഭയന്നു.
വേണ്ട. നിരഞ്ജൻ പിടിച്ചു മാറ്റാൻ നോക്കി. നീ വിട് രഞ്ജ, ഇവരന്ന് നിന്നെ കുടിപ്പിക്കാൻ നോക്കിയതാ. അവൻ കുടിച്ചില്ല, നിനക്കെന്താ പ്രോബ്ലം? അവനത് ഒട്ടും ഇഷ്ടമല്ല. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അവനെ അടിക്കാൻ ചെന്ന് നിരഞ്ജൻ പിടിച്ചു വെച്ചു. അവൻ സോറി പറഞ്ഞില്ലേ, സാരമില്ല. ഭൂമി അവനെ കണ്ണുരുട്ടി നോക്കിൽക്കവേ നിരഞ്ജൻ അവനെയും കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു. രഞ്ജ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഈ പാതിരാത്രിയിലോ? ഒന്ന് പോടാ. നിരഞ്ജൻ മുഖം തിരിച്ചു. നിനക്കത് പറയാം, നിനക്കെല്ലാം തമാശയാണല്ലോ. കയറ്, നമുക്ക് പോവാം. ഭൂമി കാറിലേക്ക് കയറിയിരുന്നു. പൊന്നുമോനെ ഒറ്റക്കങ്ങ് പോയാൽ മതി കേട്ടോ ഡാർലിംഗ്, ഭൂമി ശാസനയോടെ വിളിച്ചു. നിനക്കെന്താ വട്ടുണ്ടോ ഭൂമി? തൊട്ടതിനും പിടിച്ചതിനല്ല അവിടെ ചെല്ലാൻ. അത് നമ്മുടെ തറവാട് സ്വത്തോ? എന്റെ ഭൂമി, എനിക്ക് ഒന്നുമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇല്ലല്ലോ അല്ലേ? ഭൂമി അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടാ, വണ്ടി എടുക്ക്, വീട്ടിലേക്ക് പോവാം. നിരഞ്ജൻ കയറിയതും ഭൂമി വണ്ടി സ്റ്റാർട്ടാക്കി. യാത്രയിലൂടെ നീളം നിശബ്ദ തളം കെട്ടി നിന്നു. നിരഞ്ജൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. വണ്ടി പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു വളവ് തിരിഞ്ഞു. നിരഞ്ജൻ, സ്റ്റോപ്പ് ഇറ്റ്. എന്താടാ? നീ എങ്ങോട്ടോ വണ്ടി എടുത്ത്? എന്റെ വീട്ടിലേക്കോ? ആദ്യം നിന്റെ വീട്ടിലേക്ക്, പിന്നെ എന്റെ വീട്ടിലേക്ക്. എടാ വേണ്ടടാ, ആ പാവംകൊച്ചി നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ എന്താ മനസ്സിലാക്കാത്തേ? ഭൂമി ദേഷ്യത്തിൽ ചോദിച്ച നിരഞ്ജൻ തലകുനിച്ചു. ഞാനായിട്ട് അവൾക്ക് ഒരിക്കലും ആശ കൊടുക്കില്ല ഭൂമി. നിരഞ്ജൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. നീ എന്തിനാണ് ഇങ്ങനെ സ്വന്തം ആഗ്രഹങ്ങൾ മണ്ണടക്കി ജീവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. സംഭവിച്ച അവൻ്റെ ഒരു... ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വിടുന്ന പ്രശ്നമില്ല. എന്താടാ, ഒത്തിരി ആയാലും അവളെ കണ്ടിട്ട്. പ്ലീസ്, രാവിലെ നീ പറഞ്ഞല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ പോകാൻ പറ്റില്ല രഞ്ജ. സമയം ഒത്തിരിയായി. ഇന്ന് കുറച്ചേറെ സമയമില്ലായിരുന്നു ഓഫീസ്, അതുകൊണ്ടാ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നാളെ ആ കട്ടുറുമ്പിനെയും കൊണ്ട് അവിടെ വരാം. ഡാടാ, എന്റെ ശക്തിയെ പറഞ്ഞാലുണ്ടല്ലോ. നമ്മളൊന്നിനും ഇല്ലേ? ഭൂമി മുഖം കൂട്ടിയ നിരഞ്ജൻ ചിരിച്ച്. കുശുമ്പ് തീരെ ഇല്ലല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശക്തി കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് നീ. എനിക്കും ശക്തി കഴിഞ്ഞേ ഉള്ളൂ നീ. ഭൂമിയും വിട്ടുകൊടുത്തില്ല. നിന്റെ ഒരു കാര്യം, നീ വണ്ടി എടുത്ത്. നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നമർത്തി മൂളിക്കൊണ്ട് ഭൂമി വണ്ടി തിരിച്ചു. അപ്പോഴും ശക്തിയെ കാണാത്തതിന്റെ വിഷമാവൻ ആവോളം ഉണ്ടായിരുന്നു. എടാ, ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ പോരെ എന്റെ ഫോണിലേക്ക്. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ കൊണ്ടുവരാൻ വല്ല ഒഴികഴിവും പറഞ്ഞാ പൊന്നു മോനെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ. ആയിക്കോട്ടെ. ചിരിച്ചുകൊണ്ട് തന്നെ ഭൂമിയും മറുപടി നൽകി. അങ്ങനെ പോകെ പോകെ വീട്ടിലെത്തിയിരുന്നു. കാറ് നീ കൊണ്ടുവെക്കോ, നാളെ ഓഫീസിൽ പോകുമ്പോൾ ഇതുവഴി വന്നാൽ മതി. ഭൂമി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. സൂക്ഷിക്കണേ ഡാർലിംഗ്, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ടടാ. നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി. പ്രതീക്ഷിച്ച പോലെ തന്നെ ഉമ്മറത്ത് അവനെ കാത്തുന്നവണ്ണം വൈദ്യു ഇരിപ്പുണ്ടായിരുന്നു. അവനെന്ന് അവൾ നോക്കിക്കൊണ്ട് മറികടന്ന് പോവാൻ നിന്നും പുറകിൽ നിന്ന് വിളി കേട്ടു. രഞ്ജേട്ടൻ നിന്നേ. അവൻ തിരിഞ്ഞു നോക്കിയതും വൈദ്യവന്റെ അടുത്തെത്തി. എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ. അല്ല, ഇതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? നിരഞ്ജൻ പുച്ഛിച്ചു. ഫ്രണ്ട് ആണോ പെണ്ണോ? ആളുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടി. ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ആരായാലും നിനക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ രഞ്ജുവേട്ടന്റെ ഭാര്യയാണ്. അപ്പൊ എനിക്കും എല്ലാം അറിയണം. വൈദ്യു തറപ്പിച്ച് പറഞ്ഞു. നിരഞ്ജൻ ഞെട്ടി. കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവൾക്ക് ഇത്രയും ധൈര്യം. എന്നും മോയിക്കൊണ്ടിരിക്കുന്ന പെണ്ണാണ് ചാടി വരുന്നത്. ഇതുവരെ ഞാൻ കരഞ്ഞെല്ലാം വേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ മാറിയത് എനിക്ക് മനസ്സിലായി. ഇനി വൈദ്യു കളത്തിലിറങ്ങുക. എന്റെ കൈയിന്റെ ചൂട് നിനക്കറിയായിട്ടാ. നിരഞ്ജൻ ദേഷ്യപ്പെട്ടു. അതെ, കുറച്ചൊന്ന് ഒച്ചതായിട്ട് സംസാരിക്കും. അപ്പുറത്തുള്ളവർക്ക് ഉറങ്ങണം. നിങ്ങൾക്കകത്ത് കുറച്ചൊക്കെ ഇരുന്നവര്. പിന്നെ ഞാനാ പറഞ്ഞു വിട്ട്. ഉള്ള കുട്ടിയൊന്നുമല്ലോ. നിന്നെ ബാക്കി വഴക്ക് റൂമിൽ ചെന്നിട്ടാവും. അതും പറഞ്ഞ് വീൽ ചെയർ വിട്ട് വൈദ്യു പോകുന്ന നോക്കി നിരഞ്ജൻ കിളി പോയ പോലെ നിന്നു. അത് കണ്ടെന്ന പോലെ വൈദ്യുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. റൂമിലെത്തിയതും നിരഞ്ജൻ വാതിലടച്ച് കുറ്റിയിട്ടു. എന്താ നിന്റെ ഉദ്ദേശം? നിരഞ്ജൻ കൈകിട്ടിയെന്നോട് ചോദിച്ചു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭാര്യയായിട്ട് ഞാനൊരുത്തി ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഒരു ചിന്തയില്ല ആ ഫ്രണ്ട്സിനൊപ്പം ചുറ്റി നടക്കുക? എനിക്ക് പല ഉദ്ദേശങ്ങളും കാണും. നിരഞ്ജൻ കണ്ണുറുപ്പിച്ചു. അങ്ങനെയാണോ? എന്നാ എനിക്കും പല ഉദ്ദേശങ്ങൾ കാണും. നീ കുട്ടിത്താവാങ്കെ വല്ലാതെ ഓവറാവല്ലേ? ആയാ താൻ എന്ത് ചെയ്യടോ? വേണം വന്ന് കിടക്കാൻ നോക്ക്. പിന്നെ താൻ കട്ടി കിടന്നാലും നിലത്തിടന്നാൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നിലത്തിടന്നാൽ എനിക്ക് അത്രയും നല്ലവരെ കിടക്കാലോ. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് വൈദ്യു മെല്ലെ കിടക്കിലേക്കാണ് തലവഴി പുതപ്പ് മൂടി. അപ്പോഴാണ് അവളൊന്ന് ശ്വാസം നേരെ വിട്ട്. ദൈവമേ, ചേച്ചി പറഞ്ഞിട്ടാ ഇതൊക്കെ. ഇന്ന് ഒഴിവിട്ടിയപ്പോൾ 1 മണിക്കൂറോളം ക്ലാസ് എടുത്ത് തന്നാ. രഞ്ജുവേട്ട എന്നോടുള്ള അകൽച്ച എന്തിനാണ് നാളെ പറയാമെന്ന് പറഞ്ഞു. ഏതായാലും മനസ്സിൽ കയറാൻ ദേഷ്യം കാണിച്ചേ പറ്റിയെന്ന് പറഞ്ഞിട്ടാ ഈ ഷോ ഒക്കെ. ദൈവമേ, രഞ്ജുവേട്ട ഒന്നും പറയാത്തതിൻ്റെ ഭാഗ്യം. ആ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവണേ. ഇനി വൈദ്യു മാറുവാണ് രഞ്ജുവേട്ടന് വേണ്ടി. ആ മനസ്സിൽ ഞാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്തോ ഒരു ആത്മനിർവൃതി നിറയുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. പതിവിന് വിപരീതമായി അന്ന് പുൻചിരിയോടെയായിരുന്നു അവൾ ഉറക്കത്തിലേക്ക് വീണത്. എന്നാൽ നിരഞ്ജൻ അവിടെ എന്തോ പോയ പോലെ നിന്നു. ഇവൾക്ക് ഇത് ഇത്ര പെട്ടെന്ന് എന്തു പറ്റി? ഇല്ലേലും മിണ്ടാത്ത പെണ്ണ, കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അവൻ ആലോചനയോടെ ഫ്രഷ് ആവാൻ കയറി. ഫ്രഷായി വന്നപ്പോൾ അവൻ കാണുന്നത് പൊതിച്ചു മൂടി ഉറങ്ങുന്ന വൈദ്യുവിനെയാണ്. എന്നെ കാത്ത് ഇത്രയും നേരം ഇരുന്ന പെണ്ണ വേഗം ഉറങ്ങിയത്. ക്ഷീണിച്ചാണ്. അവൻ അതും പറഞ്ഞ് നിലത്തിയിടന്നു.
എന്തൊക്കെയായാലും ഞാൻ നിനക്ക് പിടിതില്ല വൈദു. അവൻ മനസ്സിൽ മന്ത്രിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ച്. ഡാർലിംഗ് കോളിംഗ്. അവൻ ഫോണിന് ചെവിയിലേക്ക് വെച്ചു. ഡാർലിംഗ്. അപ്പുറത്തുനിന്നൊരു കുഞ്ഞു പെൺ ശബ്ദം കേട്ട് നിരഞ്ജൻ പുഞ്ചിരിച്ചു. ഏയ് ഡാർലിംഗ്, നീയോ? അവൻ സന്തോഷത്തോടെ ചോദിച്ചു. ഡാർലിംഗ് എന്താ ഇങ്ങോട്ട് വരാത്ത്? അപ്പുറത്തുനിന്നുള്ള പരിഭവത്തോടെയുള്ള ശബ്ദം. അതിൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. അവനാ പറഞ്ഞു നേരം വൈകും വേണ്ടാന്ന്. നിരഞ്ജൻ പറഞ്ഞു കഴിഞ്ഞതും അപ്പുറത്ത് പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടു. ആ തള്ളില് കെട്ടുമ്പേ എടി നിന്നെ. ഭൂമിയുടെ നിലവിളിയും കേൾക്കുന്നുണ്ട്. എടാ എന്തിനാണത് പറഞ്ഞ്? ഞാൻ ഇതിനോട് പറഞ്ഞ നീ ഇവളോട് പിണങ്ങിയോട് വരാത്തതുകൊണ്ടെന്നാ. ഞാൻ കാരണമാണെന്ന് അറിഞ്ഞപ്പോ ഇതിന്റെ മുഖം ഹോ ഇന്നത്തേക്കുള്ളതായി. ഭൂമിയുടെ കരച്ചിലിനോട് അടുപ്പിച്ച ശബ്ദം കേൾക്കുന്ന നിരഞ്ജൻ പൊട്ടിച്ചിരിച്ചു പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. പിന്നെ ശക്തി കൂട്ടി വരാൻ നീ മറക്കല്ലേ. വെച്ചിട്ട് പോടാ തിണ്ടി. ഭൂമി അലറിയത് നിരഞ്ജൻ ചിരിയോടെ ഫോൺ വെച്ചു. അപ്പോൾ തന്നെ റൂമിന്റെ ലൈറ്റ് തെളിഞ്ഞു. നിരഞ്ജൻ ഞെട്ടിയണീറ്റു. ഒന്ന് മെല്ലെ ചിരിച്ചൂടെ മനുഷ്യ. ഇത് യക്ഷികളെ പോലെ കക്കാന്ന് ചിരിച്ചു മനുഷ്യനെ ഉറക്കം കിടത്താൻ. അവൾ പല്ലുകടിച്ചുകൊണ്ട് നിരഞ്ജനെ നോക്കി. എടി ഭൂമി അടി വിളിച്ച്. ഓ ഭൂമി ആയാലും ആകാശാലും വേഗം വെച്ച് ഉറങ്ങാൻ നോക്ക്. ദേഷ്യത്തിൽ അതും പറഞ്ഞ അവൾ തിരിഞ്ഞിടന്നു. ഭൂമിയോ ഏട്ടെന്ന് വിളിക്കടി. അതൊക്കെ എന്റെ ഇഷ്ടം. ഇടി തേപ്പെട്ടി. അവൻ പെട്ടെന്ന് വിളിച്ചതും അവളുടെ മുഖം മാറി. പക്ഷെ അത് മറച്ചുകൊണ്ട് അവൾ വിളിച്ചു. തേപ്പെട്ടി നിങ്ങളാണോ തേപ്പുകാരാ? നിങ്ങളല്ലേ ഷർട്ട് ദിവസം എനിക്ക് പോലും തരാൻ തേക്കുന്നത്? താൻ തന്നെയാ തേപ്പെട്ടി. അതും പറഞ്ഞ് അവൾ വീണ്ടും കിടന്നു. അവൻ ഇതൊരു നടക്ക് പോവില്ല എന്നും പറഞ്ഞ് കിടന്നു. അവളുടെ ആ ഭാവം അവന് അത്ഭുതമായിരുന്നു. രാവിലെ നിരഞ്ജൻ എണീറ്റ് ഫ്രഷായി. അന്ന് അവനെ വൈദ്യു വിളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്പം ലേറ്റായി. അതിനാൽ അവൻ പെട്ടെന്ന് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൻ പോകുമ്പോഴാണ് ആൾ റൂമിലേക്ക് വരുന്ന അവൻ കണ്ടത്. പിന്നാലെ തന്നെ പാർട്ടിയുള്ള കണ്ട് അവൻ എന്തോ സംശയം തോന്നി. എന്തിനാ മോനെ പിണങ്ങിയേ? പത്മാവതി ചോദിച്ച നിരഞ്ജൻ ഞെട്ടി. ആര് പിണങ്ങി? അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നീ വൈദ്യു മോളോട് പിണങ്ങിയെന്ന് പറഞ്ഞു ഇവള്. ഇന്നലെ ഇവള് നീ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞു. അവൻ ഞെട്ടി പണ്ടാറടങ്ങി വൈദ്യുവിനെ നോക്കിയപ്പോ ഒന്നും അറിയാത്ത നിഷ്കളങ്കയായിട്ട് അതേന്ന് തലയാട്ടുന്നു. എന്റെ പാട്ടി ഇവള് വെറുതെ പറയാ. ഞാൻ ആരോടും പിണങ്ങിയിട്ടൊന്നുമില്ല. അതൊന്നും എനിക്കറിയണ്ട. എന്റെ വൈദ്യനോട് കള്ളം പറയില്ല. അതുകൊണ്ട് നീ ഇന്നലെ വഴക്ക് പറഞ്ഞതിന്റെ പകരമായിട്ട് അവള് റെയ്ഡിന് കൊണ്ടുപോകണമെന്ന് അവള് പറയുന്നു. അത് കേട്ട് അവൻ ചാടി എണീറ്റു. വാട്ട്? റെയ്ഡിനോ? ആ എന്താ? അതിനും കാണില്ല ആഗ്രഹങ്ങള്. നമ്മളെല്ലാവരും കൂടി അല്ലാതെ ഈ കൊച്ചിനെ നീ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അത് പാട്ടി ഞാൻ ഇവളോട് പിണങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ആ ഇനി പിണങ്ങിയാലും ശരി പിണങ്ങിയില്ലേലും ശരി ഇന്ന് നീ ഇവളെയും കൊണ്ട് പോയേ പറ്റൂ. പത്മാവതി തറപ്പിച്ചു പറഞ്ഞു. പക്ഷെ പാട്ടി വേണ്ട പോണം. എന്താന്ന് എനിക്ക് രഞ്ജു. അത് ഓഫീസ് മാത്രമല്ല ഇന്ന് ഭയങ്കര തലവേദന. തലയിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവസാനത്തെ അടവ് ഇറക്കി. മുത്തശ്ശി ഇതൊക്കെ രഞ്ജേട്ടൻ്റെ അടവാ. എന്നെ കൊണ്ടുപോകാതിരിക്കാനുള്ള അടവ്. അത് പിന്നെ ഇവളെ കണ്ട് ആരെങ്കിലും കളിയാക്കിയാലോ? അപ്പൊ എനിക്ക് സങ്കടാവും. അതാ ഞാൻ. നിരഞ്ജൻ വിഷമത്തോടെ പറഞ്ഞു. അതിന് വീൽ ചെയറായിട്ട് പോകണ്ടല്ലോ. വണ്ടിയിൽ പോയാൽ പോരെ. അവിടെ എത്തുമ്പോൾ ആവശ്യത്തിനൊക്കെ നീ ഇവളെ എടുത്ത് നടന്നോ? നടക്കേ? ഞാനോ? അത് ഇവളെയും കൊണ്ട് നടക്കുന്ന വല്ല കാര്യം പറ മുത്തശ്ശി. ഇവള് കാണുന്ന പോലെ ഒന്നുമില്ല. ഒടുക്കത്തെ വെയിറ്റാ മുത്തശ്ശി. നിരഞ്ജൻ അവളെ ആകെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ഏതായാലും നീ കഴിക്കുന്ന അത്രയും അവൾ കഴിക്കാറില്ല. അത് കേട്ട് നിരഞ്ജൻ ചമ്മി. അവന്റെ ചമ്മിയ മുഖം കണ്ട് അവൾ വാപുതി ചിരിച്ചു. രഞ്ജു അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നിനക്ക് പോകാൻ പറ്റുമോ അതില്ലയോ? അത് ഞാൻ പോവാം മുത്തശ്ശി. ഒരാലോചനയ്ക്ക് ശേഷം അവൻ പറഞ്ഞു. വൈദ്യൊരു വിജയശ്ശേരിയോട് അവനെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി പല്ല് കടിച്ച് പൊട്ടിക്കുകയായിരുന്നു. എന്നാ ഇന്ന് ലീവാക്കിയേക്ക്. നിങ്ങൾ പോയി വാ മക്കളെ. അവര് പുഞ്ചിരിച്ചു. വൈദ്യു വേഗം വീൽ ചെയറുമായി ലളിതയുടെ അടുത്ത് ചെന്നു. ലളിത അവിടെ പച്ചക്കറി മുറിക്കുകയായിരുന്നു. അവിടെ തന്നെ ഗോപാലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കാര്യം പറഞ്ഞതും ലളിത ആശ്ചര്യത്തോടെ ചോദിച്ചു, രഞ്ജു സമ്മതിച്ചോ? പിന്നെ അതൊക്കെ സമ്മതിപ്പിച്ചു. വൈദ്യു കോളർ പൊക്കി. സന്തോഷമായി മോളെ. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ദേഷ്യപ്പെടുമെന്ന് വെച്ച് മാറിയുന്നതാ. ഞാൻ ചേച്ചിയോട് പറയട്ടെ കേട്ടോ. അവൾ സന്തോഷത്തോടെ പോകുന്നുണ്ട്. അവരുടെ മുഖത്തും സംതൃപ്തി നിറഞ്ഞു. ആ കൊച്ചിന്റെ സന്തോഷം എന്നും അതുപോലെ ഉണ്ടായാൽ മതിയായിരുന്നു. അതെ, ട്രീറ്റ്മെന്റ് കൂടെ വിജയിച്ച അവൾ നടക്കുകയും ചെയ്യാം. അതാ ഇപ്പൊ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവൾ പോകും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗോപാൽ പറഞ്ഞു. ചേച്ചി. സന്തോഷത്തോടെ വിളിച്ച് തനിക്കരികിലേക്ക് വരുന്ന വൈദ്യുവിനെ കണ്ട് രേണു മുഖമുയർത്തി നോക്കി. അവളുടെ മുഖം പതിവിലേറെ പ്രകാശിച്ചിരുന്നു. ആ വൈദ്യു വാ. എന്തായിരുന്നു മുഖത്തന്നെ സന്തോഷം? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അത് ഏട്ടനും തന്നെ റെയ്ഡിന് കൊണ്ടാവെന്ന് പറഞ്ഞു. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ സംഭവം എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. മിടുക്കി. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറന്നിട്ടില്ല. കൊള്ളാം. രേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വൈദ്യു ഒപ്പം ചിരിച്ചു. അല്ല, ഇനി രഞ്ജുവേട്ടന്റെ മനസ്സിൽ ഞാനില്ലെങ്കിലോ? അത് പറയുമ്പോൾ ഒരു വേള അവളുടെ ശബ്ദമിടറി. ഏയ് നീ അങ്ങനെ കരുതല്ലേ. അവന്റെ മനസ്സിൽ നീ ഉണ്ട് വൈദ്യു. എനിക്ക് ഉറപ്പാ. ആ മനസ്സിൽ ഞാൻ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാ ഞാനിവിടെ നിൽക്കുന്നത്. അവഗണിക്കുമ്പോഴും മനസ്സിൽ ഇഷ്ടം പിന്നെ ഉണ്ടാവും എന്നൊരൊറ്റ പ്രതീക്ഷയിൽ. ഇനി ഞാനില്ല മനസ്സിലെങ്കിൽ ആർക്കൊരു ഭാരമായിട്ട് വൈദ്യു ഇവിടെ നിൽക്കില്ല. പോവും ഞാൻ.
പറഞ്ഞിരുത്തിയത് അവൾ കരഞ്ഞുപോയി. ഏയ് അങ്ങനെയൊന്നുമില്ല, എന്റെ രഞ്ജു അത്രയ്ക്ക് ദുഷ്ടനെന്നല്ല മോളെ, അവൻ നിന്നെ മനസ്സിലാക്കും. രേണു വൈദ്യുവിനെ ആശ്വസിപ്പിച്ചു. ഇനി കണ്ണൊക്കെ തുടച്ചേ. അവൾ കണ്ണു തുടച്ചു. ആ ഇനി ചേച്ചിയുടെ കുട്ടി റെഡി ആയിട്ട് വാ, എന്നിട്ട് പൊക്കോ, വിളിക്കണം കേട്ടോ. രേണു പറഞ്ഞതും വൈദ്യുവും തലയാട്ടിക്കൊണ്ട് ചിരിച്ചുപോയി. അവൾ പോകുന്ന നോക്കിയൊക്കെ രേണുവിന് ഇന്നും കാര്യങ്ങളോട് പറയാൻ പറ്റിയില്ല എന്നത് വിഷമമുണ്ടാക്കി. ഇതിങ്ങനെ നീട്ടാൻ പറ്റില്ല, അവൾ അറിയണം ഇന്ന് തന്നെ. ഇപ്പോൾ പറയാതിരുന്നത് അതറിഞ്ഞാൽ പോകാതിരിക്കുമോ എന്ന് കരുതിയാണ്. ചെറിയൊരു കാര്യം മതി പെണ്ണിന്. അവരെടുത്തുമ്പോ വിളിക്കില്ലേ, അപ്പൊ പറയാവളോട്. രേണു ഒന്ന് നിശ്വസിച്ചു. വാട്ട് റെയ്ഡിനോ? നോ രഞ്ജ, ഞാൻ സമ്മതിക്കില്ല. ഭൂമി അലറി. കാര്യമെല്ലാം ഭൂമി വിളിച്ചു പറഞ്ഞു. നിരഞ്ജന് കിട്ടിയ ഭൂമിയുടെ മറുപടിയാണത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇല്ലടാ, നീ ഇതെങ്ങനെയും മുടക്കണം പ്ലീസ്. ഭൂമി കെഞ്ചി. ഞാൻ ആദ്യം കുറെ മുടക്കാൻ നോക്കിയടാ, പക്ഷെ എനിക്കും തോന്നി അവൾ ആദ്യം എന്നോട് പറയുന്ന ആഗ്രഹമല്ലേ. നീ നിന്നെപ്പറ്റി ചിന്തിക്കാതെ എന്താ രഞ്ജ? എനിക്കിനി അധികം ജീവിക്കാൻ കൊതിയൊന്നുമില്ല. ഉണ്ടായിട്ടും കാര്യം എന്താ? വിധിച്ചാലേ നടക്കൂ. ഞാൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് അവൾ അറിയാതെ തന്നെ അവൾക്കത് ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കലും അവൾ അറിയരുത് ഈ സത്യം. നോ രഞ്ജ, സമ്മതിക്കില്ല ഞാൻ. കാർ എന്റെ കയ്യിലാണല്ലോ, തരില്ല ഞാൻ. ഭൂമി, നിരഞ്ജൻ കെഞ്ചി വിളിച്ചു. ഇല്ല രഞ്ജ, സമ്മതിക്കില്ല ഞാൻ. ഭൂമി വീണ്ടും അലറി. ഡാർലിംഗ് വേണ്ട, വിളിച്ചു മയക്കാൻ നീ കരുതണ്ട ഡാർലിംഗ്. പ്ലീസ് ഭൂമി, ഞാൻ നിന്റെ കാറ് പിടിക്കാം പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല, 3 തരം. ഓഹോ അത്രക്കായോ? എന്ന് എനിക്കറിയാം എന്ത് വേണമെന്ന്. നിരഞ്ജൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.